നമസ്കാരം. നമസ്കാരം ചേച്ചി. എന്താണ് ഇന്നത്തെ പെർഫോമൻസ്? എന്താ ചെയ്യാൻ നമ്മളിന്ന് പോകുന്നത്? സാധാരണ മിമിക്രി ചെയ്യുന്ന പോലെ തന്നെ ഉം. അനുകരണമാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. ആ. അതായത് ചില താരങ്ങളുടെ ശബ്ദങ്ങൾ. താരങ്ങളുടെ ശബ്ദമാണ് അതെ, ചെയ്യുന്നത്. അതെ. Okay. ആദ്യമായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ ന്യൂ ജനറേഷൻ ഐക്കൺ എന്നറിയപ്പെടുന്ന ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാൻ. അദ്ദേഹത്തിന്റെ 2 ശബ്ദ വേരിയേഷൻ ഒന്ന് അവതരിപ്പിച്ച് കാണിക്കാം. Okay. ആദ്യമായി ദുൽഖർ സൽമാന്റെ സ്റ്റൈലിഷ് കഥാപാത്രമായിട്ടുള്ള ഫൈസി അല്ലെങ്കിൽ ഫൈസൽ എന്ന് പറയുന്ന ഉസ്താദ് ഹോട്ടലിലെ ആ ഒരു കഥാപാത്രം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കാം. ഉപ്പുപ്പ, നിങ്ങളെ മോഹത്തിന്റെ കഥയെന്ന് പറഞ്ഞിട്ടു. എനിക്ക് മോഹത്തൊന്നുമില്ല. സുലൈമാനി കുടിച്ചവർക്കല്ലേ ഉപ്പുപ്പ അതിന്റെ രുചി അറിയാൻ പറ്റൂ. നിങ്ങൾ ഏതായാലും ഹൂറിനെ മനസ്സിൽ നിന്ന് വിട്ടിട്ടില്ല. ആരായിരുന്നു അത്? സൂപ്പർ. അടിപൊളി. താങ്ക് യു. ഇനി അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് കിട്ടിയ ഒരു ചിത്രം മാർട്ടിൻ പ്രക്കാട്ട് സംവിധാനം ചെയ്ത ചാർലി. ആ ചാർലി എന്നുള്ള ആ ഒരു കഥാപാത്രം വേഴ്സറ്റൈൽ കഥാപാത്രം ഒന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ബേസ് വോയിസ് ഒന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ചാർലി, നിങ്ങളിപ്പോൾ താമസിക്കുന്ന റൂമിൽ മുമ്പ് പാർത്തിരുന്ന ഒരു പാവം ജിന്നാണ് നമ്മൾ. നിങ്ങൾ ബേജാറാവല്ലിന്ന് നമ്മൾ ചുമ്മാ കളറാക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞല്ലേ. പത്രോസ് ചെയ്ത് മേരി മേരി ക്യൂൻ മേരി നമ്മ വേറെ മച്ചാനാണ് മച്ചാനെ. അടിപൊളി. താങ്ക് യു. സൂപ്പർ. ഓക്കെ, ഇനി ഈ താരങ്ങളുടെ അനുകരണത്തിൽ നമ്മൾ ഒരുപാട് ആരാധിക്കുന്ന ആളുകളാണ് നെൽസൺ ചേട്ടനും സുധി ചേട്ടനും ഒക്കെ. അതുപോലെ ജഡ്ജ്മെന്റ് ആയിട്ട് നമ്മളിപ്പോൾ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് ടിനി ടോം. അദ്ദേഹത്തിന്റെ ഒരു ജഡ്ജ്മെന്റ് വോയിസ് ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോഴത്തെ കാലത്ത് ഒരു സ്കിറ്റ് വിജയിപ്പിക്കുന്ന വളരെ പ്രയാസമുള്ള കാര്യമാണ്. നിങ്ങളത് വളരെ പെർഫെക്ഷനോട് ചെയ്തു. ഇനിയുള്ള എപ്പിസോഡുകളിൽ നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. അടുത്തതായി നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് മനോഹരമായി കഥകൾ പറഞ്ഞു കൊടുക്കുന്ന മജീഷ്യൻ പ്രൊഫസർ ഗോപിനാഥ് മുതുകാട്. അതുകൊണ്ടാണെങ്കിൽ പറയുന്നത് വിഷ്ണുവിന് മ്യൂസിക് മാത്രമല്ല, മ്യൂസിക്കിന്റെ കൂടെ മാജിക്കും അറിയാവുന്നത്. നമ്മൾ മാജിക്കിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ 2 ചെന്നായ്ക്കളായിട്ട് തരംതിരിക്കാം. ഒന്ന് കറുത്ത ചെന്നായിയും മറ്റൊന്ന് വെളുത്ത ചെന്നായിയും. ഇതാണ് അങ്കിളുമോന് തരാനുള്ള ചെറിയ ഉപദേശം. റൈറ്റ്? താങ്ക് യു. അടുത്തതായിട്ട് അനുകരിക്കുന്നത് ഒരു നടനെയല്ല, മറിച്ച് ഒരു നടിയെ ഒന്ന് അനുകരിക്കാനുള്ള ഒരു ശ്രമമാണ്. ഈ നടിയെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല, പക്ഷെ ആ ഒരു വിഷ്വൽ കണ്ടാൽ അറിയുന്നുണ്ടാവും. ദിലീപ് മഞ്ജു വാര്യർ ആദ്യകാല കൂട്ടുകെട്ടിൽ ഒരു മുത്തശ്ശി കഥാപാത്രവുമായി നമ്മുടെ ഹൃദയത്തിൽ ഇടം നേടിയ ലക്ഷ്മി കൃഷ്ണമൂർത്തി. ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിലെ ആ ഒരു കഥാപാത്രത്തിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. വിലാസിനി സുകുമാരൻ്റെ അനിയൻ വന്നില്ല. അല്ല, സുകുമാരൻ്റെ അനിയൻ വന്നോണ്ട് വലിയ കാര്യമൊന്നുമില്ല. സേമിയ പായസാണ് എനിക്ക് വേണ്ട കുട്ടിയെ. കാരണം ആ പുഴു പോലെ ഇരിക്കണ സാധനല്ലേ അത്. ഇനി അനുകരിക്കാൻ പോകുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു താരം എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള നായകൻ എന്ന് നമുക്ക് പറയാം, പൃഥ്വിരാജ്. അദ്ദേഹത്തിന്റെ മിമിക്രി വോയിസിൽ എല്ലാവരും ബേസ് വോയിസ് ആണ് അനുകരിക്കുന്നത്. ആദ്യകാല ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ ഒരു നന്ദനം എന്ന ചിത്രത്തിലെ ഒരു മനു എന്ന് പറയുന്ന ഒരു പതിഞ്ഞ ശബ്ദമുള്ള പൃഥ്വിരാജിനെ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ഉണ്ടപ്പാറു വീണ്ടും തടിച്ചോ? ഇവിടെ പറയത്തക്ക മാറ്റങ്ങളൊന്നുമില്ല. യേശുദാസിന്റെ പാട്ട്, ഹോമിയോ മെഡിസിൻ, പിന്നെ പറയാൻ ആ കുട്ടി ബാലമണി 143. അല്ല, കാറിന്റെ നമ്പറേ. ഇനി അടുത്തൊരു താരത്തെ അനുകരിക്കുന്നത് ശ്രീ മോഹൻലാലിനെ തന്നെയാണ്. അപ്പോൾ ലാലിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആരാധകനാണ്. അദ്ദേഹം അഭിനയിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം ജീവിക്കുകയാണോ എന്ന് നമ്മൾ എത്രയോ സിനിമകൾ കണ്ടിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ചിത്രം എന്ന ചിത്രം പ്രിയദർശൻ സംവിധാനം ചെയ്ത് അതിലൊരു സെൻറ്റിമെൻ്റലായിട്ടുള്ള ആ ഒരു ടച്ചിങ് ആയിട്ടുള്ള ആ ഒരു കഥാപാത്രം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. കല്യാണി, എനിക്കൊരു അപേക്ഷയുണ്ട്. എൻ്റെ മോനെ, അല്ല നിന്റെ മോനെ, നീ രാമേന്ദ്രാന്ന് വിളിക്കണം. കരയണ്ട, ഞാൻ നിന്നെ വിട്ട് എങ്ങും പോകുന്നില്ല. നാളെ മുതൽ ആകാശത്തിലെ ഒരു പുതിയ നക്ഷത്രം ഞാനായിരിക്കും. ജീവിക്കാൻ ഇപ്പോൾ ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. സാരമില്ല. താങ്ക് യു. ഇനി അടുത്തത് നമ്മൾ ലാലേട്ടനെ അനുകരിച്ചു കഴിഞ്ഞാൽ മമ്മൂക്ക എന്നെ അനുകരിച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല, അങ്ങനെയല്ലേ? അപ്പോൾ മമ്മൂക്ക ഇന്ന് ഇവിടെ എത്താൻ പോകുന്നത് ഒരു അർജന്റീന ആരാധകനായിട്ടാണ്. 2018 വേൾഡ് കപ്പ് ഇപ്പോൾ തരംഗായിക്കൊണ്ടിരിക്കുകയാണ് റഷ്യയിൽ വെച്ച് നടക്കുന്ന. അപ്പോൾ
മെസ്സി ആരാധകനായിട്ടുള്ള ആ ഒരു നിറക്കൂട്ടിലെ മമ്മൂക്കായെ നമുക്കൊന്ന് കാണാം. മേഴ്സിക്ക് പകരം മെസ്സി. ഓക്കെ. ഈ ലോകത്ത് ഞാൻ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെസ്സിയായിരുന്നു. എൻ്റെ ജീവനായിരുന്നു മെസ്സി, എൻ്റെ കരളായിരുന്നു മെസ്സി, എൻ്റെ ചങ്കായിരുന്നു മെസ്സി, എൻ്റെ ചങ്കിടിപ്പായിരുന്നു മെസ്സി. മെസ്സി എൻ്റെ എല്ലാമായിരുന്നു, എൻ്റെ എല്ലാമായിരുന്നു. പൊളിച്ചു. താങ്ക് യു, താങ്ക് യു. ഗുഡ് വൺ. അപ്പോൾ ഇന്ന് ഈ അനുകരണ കലയിൽ ഈ വൺ മൻ ഷോയിൽ ഏറ്റവും അവസാനമായിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള, നമ്മളൊക്കെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വം ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തെ ഒന്ന് അനുകരിച്ചുകൊണ്ട് ഈ അനുകരണ കല ഇവിടെ അവസാനിപ്പിക്കുകയാണ്. Ladies and gentlemen, dreams transforms into thoughts and thoughts leads to action. So work hard with dream, dream, dream. Thank you all. Thank you very much.